പേരാണ് സന്തോഷം. ഒരുപാട് സന്തോഷമുണ്ട്. മാജിക് ഒക്കെ കാണാറുണ്ടോ? തീർച്ചയായിട്ടും കാണാറുണ്ട്. എന്തായാലും എന്റെ കൈകൾ പിടിക്കുവിൻ. എന്റെ കൈകൾ പിടിക്കൂ. നല്ല തടവുള്ള കൈയാണ്. നന്നോടെ പണിയെടുക്കുന്ന ഒരാളാണല്ലേ. കൂലിപ്പണി. അതെ, ഒരുപാട് സന്തോഷത്തോട് അദ്ദേഹം പറയുന്നു കൂലിപ്പണിക്കാരനാണ്. അദ്ദേഹത്തിന്റെ കൈ നല്ല തഴമ്പുണ്ട്. എന്തായാലും ചേട്ടന് ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ്. ഒരുപാട് ഇഷ്ടമാണ്. എന്തായാലും ചേട്ടൻ ഒരു പാട്ട് മനസ്സിൽ പാടുക. മനസ്സിൽ മാത്രം പാടുക. ഇപ്പൊ പാടുക. ഞാൻ പറയുമ്പോൾ മനസ്സിൽ പാടിയാൽ മതി. കണ്ണുകൾ അടച്ച് വേണം പാടാൻ. എങ്ങനെയാണ്? കണ്ണുകൾ അടച്ച് വേണം പാടാൻ. യെസ്, കണ്ണുകൾ അടച്ച് വേണം. അപ്പൊ കണ്ണുകൾ അടയ്ക്കുക, കൈകൾ നീട്ടി വയ്ക്കുക. അപ്പൊ ചേട്ടൻ മനസ്സിൽ കണ്ട പാട്ട് ഞാൻ പാടുന്നതാണ്. ഞാൻ എല്ലാവരും നല്ലൊരു സപ്പോർട്ട് കൊടുക്കും. ഓക്കെ, അപ്പൊ റെഡി? എല്ലാവരും ഒരുമിച്ച് 3 വട്ടം മാജിക് 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 എന്ന് പറയണം. എന്ന് പറഞ്ഞേ. ഇത്രയും പേരുള്ളൂ ഇവിടെ. എല്ലാവരും ഉറക്കെ പറയും മാജിക് എന്ന്. യെസ്. അപ്പൊ മാജിക് സംഭവിച്ചിരിക്കുന്ന നിങ്ങൾ ചേട്ടൻ കണ്ണു തുറക്കാം. ചേട്ടൻ ഇപ്പോൾ മനസ്സിൽ ധ്യാനിച്ച ആ പാട്ട് ഞാൻ പാടട്ടെ. ഈ ചേട്ടന്റെ പ്രധാനപ്പെട്ട വാക്കുകൾ എന്തൊക്കെയാണെന്ന് അറിയോ? തീർച്ചയായും, സന്തോഷമുണ്ട്, തീർച്ചയായും. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ആ പാട്ട് പാടാൻ പോവുകയാണ്. നിങ്ങൾ ഞെട്ടും. അപ്പൊ നിങ്ങൾ ഞെട്ടും. നിങ്ങൾ മനസ്സിൽ ധ്യാനിച്ച ആ പാട്ട് ഞാൻ പാടുന്നു. അന്നന്ന പാത്തിയെ അപാത്തി തേക്കൂ. പിന്നെ വേറൊരു വരി കൂടെ പാടി മനസ്സിൽ ഇപ്പൊ പാടി. ഡാമിയും ഈ പാട്ടല്ലേ മനസ്സിൽ ധ്യാനിച്ചത്? അല്ല. ഇതിന്റെ അടുത്തേക്ക് കൂടെ പോകുന്ന ഒരു പാട്ടല്ലേ മനസ്സിൽ? ഇതിന്റെ അപ്പുറത്തേക്ക് കൂടെ പോകുന്ന ഒരു പാട്ട് അല്ല. പിന്നെ ഏത് പാട്ടാണ് നിങ്ങൾ മനസ്സിൽ ധ്യാനിച്ചത്? വേണം പാടി കേൾപ്പിക്കാം. അന്ന് ഒരു പാട്ടിക്ക് 4 വരി പാടിക്കോളൂ. പഴന്തമിഴ് പാട്ടിലൊരു കണ്ടില്ല. ഇത്രയും കാലം സന്തോഷേട്ടനെ നിങ്ങൾ എല്ലാവരും അറിയാം. പക്ഷെ സന്തോഷേട്ടന്റെ ഉള്ളില് ഇത്രയും നല്ലൊരു കലാകാരനാണെന്ന് നിങ്ങൾ ആർക്കെങ്കിലും അറിയാമായിരുന്നോ? ഇല്ല. അറിയാമോ? എന്നാലും ഞാൻ സന്തോഷേട്ടൻ നല്ലൊരു കഴിവുണ്ട്. സന്തോഷേട്ടൻ ഒരുപാട് സന്തോഷം. ഞാൻ വിളിച്ചപ്പോ തന്നെ ഞാൻ ബാക്ക് സൈഡിൽ നിന്നപ്പോ ചേട്ടൻ എന്നെ കാണാൻ വന്നതാണ്. എന്തായാലും ഒരുപാട് സന്തോഷേട്ടാ. എന്തായാലും നല്ലൊരു കഴിവ് കൊടുക്കാൻ സന്തോഷേട്ടന് പാട്ട് അടിപൊളി. നിങ്ങളെ പോലെ തന്നെ ഞാനും ഞെട്ടിപ്പോയി. അപ്പൊ സന്തോഷേട്ടൻ ഈ കഴിവ് പോരാ, നല്ലൊരു കഴിവ് കൊടുക്കും. അപ്പോ സന്തോഷേട്ടനെ നമുക്ക് പറഞ്ഞിട്ട് ഇനി കുറച്ച് അടുത്ത താരങ്ങളിലേക്ക് കിടക്കുകയല്ലേ. അടുത്ത താരങ്ങൾ എന്ന് പറയുന്നത്